ആരൊക്കെയാണ് കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്? ഈ ടാക്സിന് എങ്ങനെയെങ്കിലും മറികടക്കാനുള്ള മാർഗമുണ്ടോ? UAE കോർപ്പറേറ്റ് ടാക്സ് വരികയാണ്. കോർപ്പറേറ്റ് ടാക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളാണ്. എൻ്റെ കൂടെയുള്ളത് ടാസ് ആൻഡ് ഹംജിത്ത് ഉടമയും ഫൗണ്ടറും ഡയറക്ടറും ഒക്കെ ആയ അഹ്സനാണ്. നമസ്കാരം. താങ്ക് യു. അപ്പം ആളുകളാകെ നെട്ടോട്ടത്തിലാണ്. പലർക്കും പല സംശയങ്ങളാണ് കോർപ്പറേറ്റ് ടാക്സുമായി ബന്ധപ്പെട്ടൊക്കെ. ഒന്നാമത് കോർപ്പറേറ്റ് ടാക്സ് നമ്മൾ ദുബായ്ക്കാർക്കാണ് ഒരു പുതുമ. കോർപ്പറേറ്റ് ടാക്സ് GCC രാജ്യങ്ങളിൽ ആദ്യമേ ഉണ്ട്. സൗദി അറേബ്യയിലുണ്ട്, ഒമാനിലുണ്ട്, ഖത്തറിലുണ്ട്, ഇനി ബഹ്റൈനിൽ മാത്രമേ ബാക്കിയുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മുടെ നാട്ടിലെ പോലെ നേരെ ഒരു ടാക്സ്, ലാഭത്തിന് നമ്മൾ ടാക്സിന് അപ്പുറം ഇവിടെ ഒരു സ്ലാബ് കൂടി വെച്ചിട്ടാണ് ഗവൺമെൻറ് ഒരു 3.25 ലക്ഷം ദിർഹത്തിന് മുകളിൽ ലാഭം ഉണ്ടെങ്കിലേ നമ്മൾ ടാക്സ് അടക്കേണ്ടുള്ളൂ. ഇപ്പോൾ ആൾക്കാർ അതിന് സീരിയസ് ആയി ചിന്തിക്കുകയും എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കുകയും ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഇത് ഒരു റിയാലിറ്റിയാണ് എന്നുള്ളിടത്തേക്ക് ആൾക്കാർ എത്തി. ആരൊക്കെയാണ് കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്? UAE കച്ചവടം ചെയ്യുന്ന, അത് മെയിൻലാൻഡിലാവട്ടെ, ഫ്രീ സോണിലാവട്ടെ, അതൊരു കമ്പനി ഫോർമാറ്റിലാവട്ടെ, അല്ലാതെ ആവട്ടെ, കച്ചവടം ചെയ്യുന്ന, ഇവിടെ വരുമാനം ഉണ്ടാക്കുന്ന എല്ലാവരും കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ച് ഇത്ര കച്ചവടം ചെയ്യുന്നവർ, ഇത്ര ചെയ്യുന്നവർ എന്നില്ല. അത് ടാക്സ് അടക്കുന്നതിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. അല്ല, ഈ വരുമാനത്തിൻ്റെ കാറ്റഗറി ഉണ്ടോ? കാറ്റഗറി രജിസ്ട്രേഷൻ ഇല്ല. രജിസ്ട്രേഷൻ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡ് ലൈസൻസിൻ്റെ ഡേറ്റ് അനുസരിച്ച് ഗവൺമെൻറ് കുറേ ഡേറ്റുകൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് ആ ഡെഡ് ലൈനിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ എടുത്ത് പോകണം. ഓരോ സ്ഥാപനത്തിൽ ട്രേഡ് ലൈസൻസ് കിട്ടിയിട്ടുണ്ടാവും. ആ ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റ് അനുസരിച്ച് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്, ഇപ്പോൾ ആദ്യത്തെ രജിസ്ട്രേഷൻ കാറ്റഗറി വരുന്നത് ഈ മെയ്യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ മാസങ്ങളിലൊക്കെ ട്രേഡ് ലൈസൻസ് കിട്ടിയവർക്ക് ഈ മെയ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഓരോ മാസത്തിലെയും ഡേറ്റിനനുസരിച്ച് ഗവൺമെന്റ് ഡിസംബർ വരെ നീളുന്ന ഡേറ്റ് തന്നിട്ടുണ്ട്. ഡേറ്റ് പറഞ്ഞു. ഇനി മറ്റെന്തൊക്കെ അതിനകത്ത് ശ്രദ്ധിക്കണം? ഇതിൽ ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശ്രദ്ധിക്കാനൊന്നുമില്ല. കാരണം ഗവൺമെന്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഫോം ഫില്ല് ചെയ്യുക, ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ രജിസ്ട്രേഷൻ തുടങ്ങിയ സമയത്ത് നമ്മളെ ശ്രദ്ധയിലൊക്കെ വന്ന് നമ്മൾ ഒരുപാട് ക്ലയൻസിന് ചെയ്യുമ്പോൾ കണ്ടത്, നമുക്ക് വാറ്റ് ഒക്കെ വന്ന സമയത്തുള്ള ഒരു ഗ്രൂപ്പിംഗ്, സ്ട്രക്ചറിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ഉടച്ചു വാർക്കുന്ന ചില കേസുകൾ അതായത് കോർപ്പറേറ്റ് ടാക്സോട് കൂടി മുമ്പ് വാറ്റിലടക്കമുണ്ടായിരുന്ന അപാകതകൾ പരിഹരിച്ചുകൊണ്ട് തീർക്കണം എന്നാണ് ഗവൺമെൻറ് കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും വാറ്റിൽ നമുക്ക് ഇങ്ങനെ ഗവൺമെൻറ് അലൗ ചെയ്തല്ലോ, ഇപ്പം എന്തിനാണ് മാറ്റം പറയുന്നത് വെച്ചാൽ ഇപ്പം പറയുന്ന മാറ്റമാണ് അതിൻ്റെ ഫൈനൽ. കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷനോട് കൂടി നമ്മുടെ ടാക്സുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഗതികളും ഗവൺമെൻറ് പരിഹരിച്ചുകൊണ്ട് പോകണമെന്നാണ് കാണുന്നത്. ഈ ടാക്സിന് എങ്ങനെയെങ്കിലും മറികടക്കാനുള്ള മാർഗമുണ്ടോ? ടാക്സിനെ മറികടക്കാൻ കച്ചവടം നിർത്തുക എന്നുള്ള മാത്രമേ മാർഗമുള്ളൂ. പക്ഷേ അതിന് ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുന്ന എല്ലാ ലൂപ്പുകളും അടച്ചുകൊണ്ടായിരിക്കും ചെയ്യുക. പക്ഷേ മറികടക്കുന്നതിനപ്പുറം ടാക്സിനെ നമുക്ക് മാനേജ് ചെയ്യാം, പ്ലാൻ ചെയ്യാം. കാരണം ഇത് ഒരു ലാഭത്തിൻ്റെ ബേസ് ആയിട്ടുള്ള ടാക്സാണ്. ഇവിടെ UAE തന്നെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, ഫ്രീ സോൺ സ്ഥാപനങ്ങൾക്ക്, ചില ക്വാളിഫയിങ് ഇൻകം ഒക്കെ ഉള്ള സ്ഥാപനങ്ങൾക്ക് ചില കണ്ടീഷൻസ് പാലിക്കുകയാണെങ്കിൽ ടാക്സ് ഇല്ല. അതേസമയം മെയിൻലാൻഡിൽ ടാക്സ് ഉണ്ട്. അപ്പോൾ പലരും കച്ചവടം ചെയ്യുന്നത് മിക്സ് ആയിട്ടാണ്. നമുക്ക് ഒരുപാട് എക്സ്പോർട്ട് ബിസിനസ് ഉള്ളവരുണ്ടാവും, മെയിൻലാൻഡിൽ കച്ചവടം ഉള്ളവരുണ്ടാവും. അപ്പോൾ നമുക്ക് ചില മാനേജ്മെൻറ്റിലൂടെ, ചില പ്ലാനിങ്ങിലൂടെ സ്ഥാപനത്തെ ഒന്ന് റീഓർഗനൈസ് ചെയ്തിട്ട് തന്നെ ഒരുപാട് ടാക്സ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ അടക്കേണ്ടതിന് അടക്കുക, അടക്കേണ്ടതില്ലാത്തതിന് അടക്കണ്ട. പക്ഷേ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അടക്കേണ്ടാത്തതിന് വരുമാനത്തിന് വരെ നമ്മൾ അടക്കുന്നൊരു അവസ്ഥ ഉണ്ടാവും.